ഹായ് ഫ്രണ്ട്സ്, ഈസ്റ്റേൺ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് സ്ക്വയർ നെക്കിൽ ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പാറ്റേൺ ഇവിടെ കറക്റ്റായിട്ട് ഞാൻ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സ്ക്വയർ ആയിട്ടുള്ളൊരു നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെക്ക് ലെങ്ത് എന്ന് പറയുമ്പോൾ 5.5 ഇഞ്ചും നെക്ക് വിത്ത് 6 ഇഞ്ചുമാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ താഴത്തായിട്ട് കണ്ടല്ലോ ചെറിയ കുറച്ച് റൗണ്ട്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തായിട്ട് കുറച്ച് വലിയ റൗണ്ട്സും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ റൗണ്ട്സിനുള്ളിൽ നിൽക്കുന്ന ഒരു വർക്കാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ കണ്ടല്ലോ യോക്കിൽ നമ്മൾ സ്പ്രെഡിങ് ആയിട്ടും ചെറിയ റൗണ്ട്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെക്കിന് ചുറ്റും നമ്മൾ ഇതുപോലെ റൗണ്ട്സ് മാർക്ക് ചെയ്യുന്നത് അകത്ത് നമ്മൾ ഈ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന റൗണ്ട്സിലെന്ന് പറയുമ്പോൾ നമ്മളിതുപോലെ ഒരു ഗോൾഡൻ ബീഡ് ഫിക്സ് ചെയ്ത് അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഷുഗർ ബീഡ് വെച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ കുറേ ലൈൻസ് വരച്ചിട്ടുണ്ട്. ആ ലൈൻസിലെല്ലാം 5 ഷുഗർ ബീഡ് വീതം സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്ത് പോരുവാണ് ചെയ്യുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ സെൻറ്ററിൽ ചെയ്യുന്ന അതേ വർക്ക് തന്നെയാണ്. ഈ ചെറിയ റൗണ്ട്സിൽ ഫുള്ള് നമ്മൾ യോക്കിൽ സ്പ്രെഡിങ്ങും ഈ 2 സൈഡിലും കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ നെക്കിൽ നമ്മൾ സ്ക്വയർ ആയിട്ടാണല്ലോ ഇത് വരച്ചിരിക്കുന്നത്. നമുക്ക് ഈ സെയിം വർക്ക് ചെയ്യാൻ നമ്മുടെ യോക്കിലും ചെയ്ത് പോരാം കേട്ടോ. ഇനി 2 സ്ലീവിലും ഈ സെയിം വർക്ക് ചെയ്യുന്ന ചെയ്യാം. ഷുഗർ ബീഡ്സും ഗോൾഡൻ ബീഡ്സും സീക്വൻസുമാണ് എടുത്തേക്കുന്നത് കേട്ടോ ഇത് ചെയ്യാനായിട്ട്. ഈ 3 മെറ്റീരിയൽസും വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണ്. നോർമൽ സ്വിംഗ് ത്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. പിന്നെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് വർക്ക് ചെയ്തതിന് ശേഷം നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെ, കട്ട് ചെയ്യുന്നത് എങ്ങനെയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. മുമ്പൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് നെക്ക് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ നോർമൽ യൂസ് ചെയ്യുന്ന പ്രഷർ ഫുട്ട് ഇട്ട് ഒരിക്കലും നെക്ക് സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്ക് ഡാമേജ് വരും, നമ്മളെ ബീഡ്സൊക്കെ പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. നമുക്ക് സിംഗിൾ പ്രഷർ ഫുട്ട് കിട്ടും. ലെഫ്റ്റും റൈറ്റും നമുക്ക് സിംഗിൾ പ്രഷർ ഫുട്ട് കിട്ടും. പ്രഷർ ഫുട്ട് മാറ്റിയിട്ട് മാത്രം നെക്കിൻ്റെ തൊട്ടരികത്തുകൂടെ നമുക്ക് പ്രഷർ ഫുട്ട് മാറ്റി സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബീഡ്സിന് ഡാമേജ് വരികയോ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ചീത്തയാവുകയോ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾ ലെഫ്റ്റ് സൈഡാണോ റൈറ്റ് സൈഡാണോ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ സൗകര്യം നോക്കിയിട്ട് പ്രഷർ ഫുട്ട് വാങ്ങി ഇട്ട് അതുപോലെ നമ്മുടെ കറക്റ്റ് നെക്ക് ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്ത് പോരുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഉൾപ്പെടുത്താത്തത് കൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ 1-2 പേര് ഡൗട്ട് ചോദിച്ചതുകൊണ്ട് പറയുവാണ്, നോർമൽ പ്രഷർ ഫുട്ട് യൂസ് ചെയ്യരുത്. നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് നിങ്ങൾ പ്രഷർ ഫുട്ട് മാറ്റി സിംഗിൾ പ്രഷർ ഫുട്ട് ഇട്ട് മാത്രം സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. നമ്മുടെ പാറ്റേൺ വരയ്ക്കുന്ന വീഡിയോ കാണിക്കുകയും ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ആരി സ്റ്റാൻഡിൽ ഇവിടെ മെറ്റീരിയൽ ഫ്രെയിം ഫിക്സ് ചെയ്യുന്നത് കാണിക്കുകയും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് തൊട്ടടുത്തതിന് അതിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ സെൻറ്ററിലായിട്ട് ഒരു ഗോൾഡൻ ബീഡ് ഫിക്സ് ചെയ്യണം. അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ എത്ര ഷുഗർ ബീഡാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത് കൊടുത്ത് നമുക്ക് കവർ ചെയ്ത് ലോക്ക് സ്റ്റിച്ച് കൊടുത്ത് എടുക്കുകയാണ് ഫസ്റ്റ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഒരു 5 ഷുഗർ ബീഡും ഒരു സീക്വൻസും നമുക്ക് 4 സൈഡായിട്ട് ക്രോസ് പോലെ വെച്ച് എടുക്കുവാണേ വേണ്ടത്. ഇതുപോലെ നമ്മൾ 4 സൈഡ് ഇതുപോലെ സീക്വൻസ് കൊടുത്തെടുത്താൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് സീക്വൻസിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഈ 4 സൈഡ് മാത്രം സീക്വൻസ് കൊടുത്താൽ മതി. പിന്നെ നമുക്കൊരു 5-6 ഷുഗർ ബീഡ് വെച്ച് ഈ റൗണ്ട് ഷേപ്പിന് കറക്റ്റ് ചെയ്ത് പോയാൽ മാത്രം മതി.
ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് ഫുള്ളും നമുക്ക് ഈ റൗണ്ട്സിൽ ഫുള്ളും ഈ സെയിം ഫ്ലവറാണ് ചെയ്തെടുക്കേണ്ടത്. സെൻറ്ററിൽ ഒരു ഗോൾഡൻ ബീഡ് ഫിക്സ് ചെയ്യുക, അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഷുഗർ ബീഡ്, പിന്നെ 4 സൈഡ് മാത്രം വരുമ്പോൾ ഇതുപോലെ സീക്വൻസ് വെച്ച് കൊടുക്കുക. അതിൻ്റെ ഉള്ളിലായിട്ട് 3-4 പെറ്റൽ വരുമ്പോൾ ഇതുപോലെ 6 ഷുഗർ ബീഡ് വെച്ച് റൗണ്ട് ഷേപ്പിന് ചെയ്തെടുക്കുക. ഈ എല്ലാ സർക്കിളും ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഫ്ലവേഴ്സ് നമ്മൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്ക് 2 മേളിലും താഴത്തായിട്ട് ചെറിയ റൗണ്ട്സ് മാർക്ക് ചെയ്തിട്ടില്ലേ, അവിടെ നമ്മൾ ഇതുപോലെ സെൻറ്ററിൽ കൊടുത്തതുപോലെ തന്നെ ചെറിയൊരു ഫ്ലവർ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെയാണ് യോക്കിലും ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെയാണ് കേട്ടോ നമുക്ക് ഫുള്ള് ചെയ്യേണ്ടത്. നെക്ക് സ്ക്വയറാണ്. സ്ക്വയർ നെക്കിൻ്റെ ചുറ്റിനും നമുക്ക് ഇതുപോലെ തന്നെയാണ് ഫ്ലവേഴ്സ് ചെയ്തെടുക്കേണ്ടത്. യോക്കിൽ വരുമ്പോൾ ഇതുപോലെ സ്പ്രെഡിങ്ങും കൊടുത്തെടുക്കുക കേട്ടോ. നമുക്ക് 2 സ്ലീവിലും ഈ വർക്ക് ചെയ്യാം. യോക്കിൻ്റെ ബോർഡർ പോർഷനിൽ നമുക്ക് ഈ വർക്ക് തന്നെ ചെയ്തെടുക്കാവേ. ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്ത് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോയിൽ ഒത്തിരി സൗണ്ട് ഡിസ്റ്റർബൻസ് വന്നിട്ടുണ്ട്, പുറത്ത് നല്ല മഴ ആയത് കാരണമാണേ. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് വരുന്നത്. പറഞ്ഞല്ലോ, നല്ല വൈഡായിട്ടുള്ള സ്ക്വയർ നെക്കാണ് ചെയ്തേക്കുന്നത്. നെക്കിൻ്റെ താഴത്ത് ഇതുപോലെ ഫ്ലവർ ഡിസൈനാണ് ചെയ്തേക്കുന്നത്. യോക്കിൽ സ്പ്രെഡിങ് കൊടുത്തിട്ടുണ്ട്. യോക്കിൻ്റെ ബോർഡറിലായിട്ട് നമ്മൾ ഈ സെയിം വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വർക്കാണ്. അപ്പോൾ എല്ലാവരും ഈ വർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്ന ജോർജറ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.